ഇന്ന് സി എം വലിയുള്ളാഹിയുടെ കറാമത്ത് പറയുന്നതിന് ശൈഖുനായുടെ വാക്കുകൾ തന്നെ എടുത്തിട്ട് അതിനൊക്കെ ഇന്ന് പരിധി വെക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് കേട്ട ആളുകളെ തന്നെ സി എം വലിയുള്ളാഹിയുടെ അവിടുത്തെ പെങ്ങളുടെ മകൻ റഷീദ് ഉസ്താദ് പലപ്പോഴും മടവൂർ കാഫിലയുടെ വീഡിയോയിലും അതുപോലെ തന്നെ ഉറൂസിലുമൊക്കെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കോഴിക്കോട് മുഖ്താറിലെ പരിപാടിയിൽ വെച്ച് പറഞ്ഞില്ലേ, റഷീദ് ഉസ്താദ് ഒരു ദിവസം സി എം വലിയുള്ളാഹിയെ കാണാൻ വേണ്ടി, ശൈഖുനാനെ കാണാൻ വേണ്ടി അവിടുത്തെ അടുത്തേക്ക് ചെന്നപ്പോ, അവരരികിലേക്ക് ചെന്നപ്പോ ഒരു ദിവസം ഉച്ച സമയം, ആരുമില്ല. ആ സമയത്ത് സി എം വലിയുള്ള പറയാ, റഷീദേ, എന്റെ കണ്ണെന്ന് ചിമ്മിയാൽ ഇവിടെ ഫ്ലൈറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കും, ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമെന്ന് സി എം വലിയുള്ള വാക്കാണ്. ഇതൊക്കെ പറയേണ്ടത് അയാൾക്ക് മാനസികമായിരുന്നു എന്ന് എത്ര തവണ നമ്മൾ പറഞ്ഞു. എന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ആളുകൾ, ഇവർക്കും അല്പസ്വല്പം മാനസികവും, അതായത് ആർത്തിയും ത്വരയും ഒക്കെ ഉണ്ട് എങ്കിലും മാനസികവും ഉണ്ട് എന്നുള്ളതാണ്. ഇനി ആരാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് കാണിക്കാം. അതിനു മുമ്പ് ഇവർ ഈ പറയുന്ന വെള്ളിക്കാട്ട് കറാമത്ത് അതൊന്ന് രണ്ടെണ്ണം നമുക്കൊന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവർക്കെതിരെ പറയുന്ന വാക്കുകളോടെ വീഡിയോ അവസാനിപ്പിക്കാം. ഒരു അബൂഖരാജി എന്ന ഒരാളുണ്ടായിരുന്നു. ഏതെങ്കിലും രാജ്യത്തിലുണ്ടാവും. ഒരു മലയുണ്ട്, വെറുതെ ആ മല വേറൊരാളുമായിട്ട് കേസുണ്ട്, എന്തുകൊണ്ടുണ്ട്, അതിൻ്റെ വലിയ കേസിലാണ്. ആ കേസ് ഈ ഭൂമിയുടെ രേഖകളൊക്കെ അവൻ്റെ അടുത്താണ്, മുസ്ലിമിൻ്റെ ആചാരത്തെ രേഖയൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ സ്വത്ത് ഇയാളതാണ്. അങ്ങനെ കുറേ കേസ് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് അവിടെയും കൂടെയൊക്കെ ആയിട്ട് അവസാനം അപ്പീലിൽ കൊടുത്ത് ആ കേസിൻ്റെ വിധി എറണാകുളത്തു നിന്നാണ്. ആ വിധി പറയാൻ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളോ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇനി മുനാജിനെ സമീപിക്കും, ഉപ്പരയിലുള്ള ഓരോ ദിക്കറുകളും മറ്റും പറഞ്ഞു കൊടുത്ത് അങ്ങനെ കൊണ്ടുവരലാണ്. ഈ കേസ് വിധി പറയുന്നതിൻ്റെ തലേ ദിവസം ബോക്കരാജിൻ്റെ അടുത്ത് പോയി, ഷെയ്ഖുനാടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ബോക്കരാജിനോട് പറഞ്ഞു. ഇത് പിന്നെ ഞാൻ അനുഭവിച്ചല്ലിട്ടുന്ന ഞാൻ പറഞ്ഞു, അയാൾ മുഖേന കേട്ടതാണ്. പിന്നെ ബോക്കരാജിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം, നിങ്ങളോട് നടക്കാര്യം ഞാൻ മതി. അങ്ങനെ ഒപ്പരി ചെന്ന് ചെല്ലും റൂമൊക്കെ കിടന്ന് ആ കട്ടിലുണ്ടല്ലോ കിടക്കുന്നത്, അതിൻ്റെ ചുവട്ട് കടിഞ്ഞിട്ട് കരഞ്ഞാൽ സ്ഥലത്തിനോടമസ്ഥ അതിൽ ദേശീയ കുത്തിരുന്ന് എന്താണ് ഇത് മോനാജി വിവരങ്ങളൊക്കെ പറഞ്ഞു. ഒക്കെ ഇയാളെടുത്താണ്, ഇയാളെ സ്വത്താണ്, പക്ഷേ രേഖകളൊക്കെ മറുഭാഗത്താണുള്ളത്. അതനുസരിച്ചാണ് ഇതുവരെ കേസ് നടന്നത്. കൊല്ലങ്ങളോളായി കേസ് നടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് അത് ഈ അദ്ദേഹത്തിന് കിട്ടണം അയാളൊക്കെ. അപ്പോൾ പറഞ്ഞു, ആ ജഡേജിയെ ഞാൻ സ്ഥലം മാറ്റിയിരിക്കുന്നു. എന്താ? ആ ജഡേജിനെ ഞാൻ സ്ഥലം മാറ്റിയിരിക്കുന്നു. ആ ജഡേജിയെ ഞാൻ സ്ഥലം മാറ്റിയത് ഇത് ഒരു അവാർഡ് തള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇനി അത് പറഞ്ഞു വരുന്നുണ്ട്, കുറേ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെപ്പാടൊന്നും കേൾക്കണ്ട. ആ ജഡ്ജിയെ മൂപ്പര് സ്ഥലം മാറ്റിക്കുന്നു. അതിന് മൂപ്പര് ആരാ? ഈ ഓറ ആരാ? മടവൂര് ഓറ് എന്ന് പറയലോ, മൂപ്പര് ആരാ അല്ലേ? അത് ചോദിക്കാൻ ഈ ആളുകൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഇനി അടുത്തത് വിസ ക്യാൻസലാക്കിയത്. ജഡ്ജിനെ സ്ഥലം മാറ്റിയാൽ മാത്രമല്ല വിസ ക്യാൻസലാക്കാനുള്ള പവറൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടൊക്കെ കേൾക്കുക നമുക്ക്. എവിടെ വെച്ചാ കാണുന്ന മൂപ്പന്റെ പേരിന്നാണ്, കോഴിക്കോട് മൂപ്പന്റെ പേര് ചെറിയ പേരിരുന്ന്. അന്ന് ചെറിയ താഴത്താണുള്ളത്. താഴത്താണുള്ളത്. താഴത്ത് അവിടെ പോയി കണ്ട്. അപ്പൊ പറഞ്ഞ് ഞാനിങ്ങനെ പോകാന്. അപ്പൊ എന്നോട് പറഞ്ഞത്, എനിക്ക് എന്റെ വിസ ഞാൻ ക്യാൻസൽ ചെയ്യുന്നത്, എനിക്ക് ഇവിടെ പണിയുണ്ട്. കണ്ടപ്പോ പറഞ്ഞ വിസ യാത്ര വെച്ചപ്പോ വിസ ക്യാൻസൽ ചെയ്തു. ഇനി പോണ്ട, എനിക്ക് ഇവിടെ പണിയുണ്ട് എന്ന് പറഞ്ഞ് എന്റെ വിസ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പൊ എനിക്ക് കുറച്ച് വിഷമമായി. അങ്ങനെ ഞാനത് ഇങ്ങനെ പോന്ന്, വിഷമത്തോടെ കൊണ്ട് പോന്ന്. യാത്ര വയ്ക്കാൻ പോയി കുടുങ്ങിയത് വിചാരിച്ചത്. അന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കും. നമുക്ക് ഒരു പവറും ഓരോ ദർജയും നമുക്ക് അറിയില്ലല്ലോ. യാത്ര ചോദിച്ച് കുടുങ്ങിയല്ലോ എന്ന് വിചാരിച്ചു. ഞാനത് അങ്ങനെ വെച്ചിട്ട് പിന്നെ ബോംബായി പോയി. ബോംബായിൽ നിന്ന് കപ്പലിന് എന്തോട്ടെ, ഇതും ഏതായാലും അവാർഡാണ്. ഇതിനി അവിടെ എത്തിയിട്ട് അവിടുന്ന് വിസ ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോരുന്ന കഥയാണ്. ഇയാള് വിസ ക്യാൻസലാക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞത് കണ്ണൊന്നടച്ചു കഴിഞ്ഞാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടും, വേറൊന്നും കൂട്ടിമുട്ടിക്കാരുന്നത് നന്നായി. ഇതാണ് ഇവരുടെ അവസ്ഥകൾ. ഇതിനെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അത് ഈ രൂപത്തിൽ പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കരുത്. നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം
അതിനെതിരെ പറഞ്ഞതാണ്. ആ ഒരു പ്രഭാഷണം ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്, കാണുക. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവർ പറയുന്ന ഈ രൂപത്തിലുള്ള വൃത്തികേടുകൾക്കെതിരെ ഇടയ്ക്കൊക്കെ ശബ്ദമുയർത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ, പഴയ വാദങ്ങൾ, അത് തിരുത്തിയിട്ടില്ല എന്നുള്ള ഒരു പോരായ്മ മാത്രമാണുള്ളത്. ഇന്ന് യഥാർത്ഥ രൂപത്തിലൂടെ ഏകദേശം തൗഹീദ് ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് ഏതായാലും അദ്ദേഹത്തിന് തിരുത്തുവാനും മാറി ചിന്തിക്കുവാനും അത് ഇഖ്റാർ ചെയ്യുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ വീഡിയോയിലേക്ക്. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാന് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ CM വലിയുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ ഈ അടുത്തൊരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടു. അതിൽ പറയുന്നത് ശൈഖുന മടവൂരാണ് എല്ലാ പ്ലെയിനുകളും നിയന്ത്രിക്കുന്നത്. മടവൂരിന്റെ കണ്ണങ്ങാന് ചിമ്മിപ്പോയാൽ പ്ലെയിനുകളൊക്കെ കൂട്ടിമുട്ടിപ്പോകും എന്നാണ് ഒരാൾ പറയുന്നത്. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. ആരും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല, അങ്ങനെ പറയാൻ പാടുമില്ല. കാരണം അത് കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ ചിന്തിക്കും, മഹാനായ CM വലിയുള്ളാഹി ജനിക്കുന്നതിന് മുമ്പും ഇവിടെ പ്ലെയിന് പറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ പ്ലെയിന് ആരാണ് നിയന്ത്രിച്ചത് എന്നൊരു ചോദ്യം ഒരു യുക്തിവാദിയോ പുത്തൻവാദിയോ ചോദിച്ചാൽ സുന്നത്ത് ജമാഅത്തുകാരനായ ആളുടെ വിശ്വാസത്തിനാണ് കേടുവരിക. അദ്ദേഹം അത്തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു.